ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫുള്ളൊരു വീഡിയോ ആണ്. രാവിലെ മുതൽ ഒരു ഉച്ചവരെയുള്ള നമ്മളെ സാധാരണ വീട്ടിലെ പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എനിക്കിന്ന് സ്പെഷ്യൽ അപ്പാക്കാൻ വിചാരിച്ചു. സ്പെഷ്യലല്ല, എന്നാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അപ്പം കൂടിയാണ്. അപ്പോൾ അരക്കാൻ രാവിലെ ഞാൻ അരി ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരി നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി മയക്കെടുക്കണം. ചൂടായ പാനിലേക്ക് ഇട്ടിട്ട് മാവ് പുതുക്കിയിട്ടെടുക്കുക. ആ സമയം കൊണ്ട് നമുക്കിവിടെ ബോണ്ട് റെഡിയാക്കാം. തേങ്ങ വെച്ചിട്ടുള്ള നമ്മൾ ശർക്കര പാനിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 ഏലക്കാല ഫ്ലേവറിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലേവർ അതിലേക്ക് തന്നെ നമ്മൾ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള ബോണ്ടും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിന്ന് നമ്മൾ അരപ്പിനുള്ള ഇത്രയും ബോണ്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന് ഞാൻ മാറ്റി വെക്കാം. നല്ലോണം മിക്സാക്കി നല്ല ഒരു ബോണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കടുമ്പ് റെഡിയാക്കാം. കൈകൊണ്ട് നല്ലോണം ഞൊണ്ടി മിക്സാക്കി നമ്മൾ ആ മാവ് എടുത്തിട്ട് ഓരോ ബോൾസാക്കി വെക്കാം. ആ ബോൾസിലേക്ക് നമുക്ക് നമ്മൾ ഒരു സ്പൂൺ എടുത്ത് ആവശ്യം നിറച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കും. പല സ്ഥലത്തും പല പേരാണ്. കൊലക്കെട്ടാണ് അല്ല പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഷേപ്പിൽ നല്ല കൈകൊണ്ട് വെച്ചിട്ട് നമുക്ക് പ്രസ്സാക്കി ഒരു ബോൾസ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ മാവും ഇതുപോലെ കൊണ്ട നിറച്ച് ആ വായൊന്ന് ക്ലോസാക്കി നമുക്ക് ആവി കയറ്റി ഇടാം. അപ്പോൾ എല്ലാ ബോൾസും ഞാനിവിടെ എല്ലാ ബോൾസും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ വേവിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതിനോട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയും കൂടിയിട്ടാണ്. പാത്രം കാലിയും കഴിഞ്ഞപ്പോൾ രാവിലത്തെ നാസ്റ്റ കഴിഞ്ഞു. അപ്പോൾ രാവിലെ നമ്മൾ നാസ്റ്റക്കുള്ള എല്ലാവർക്കും കഴിച്ചു. ഇന്നത്തെ റെസിപ്പി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് പാത്രം കാലായി. ഇനി നമുക്ക് രാവിലത്തെ പാത്രം കഴുകി വെച്ച് നമുക്ക് നേരെ ഭക്ഷണത്തിനുള്ള ഉച്ചയ്ക്കുള്ള റെഡിയാക്കാം. അപ്പം ഞാൻ രാവിലെ അതിനൊപ്പം ഞാൻ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മാറ്റി വെച്ച് അതിലേക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി അത് വെച്ചു. പിന്നെ ഞാൻ നേരെ അലക്കാനുള്ളതെല്ലാം പെട്ടെന്ന് അലക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അലക്കി വെച്ച് കുറച്ചുണ്ടായിരുന്നു, കുറച്ച് തണുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചൂടാറക്കാൻ വേണ്ടിയിട്ട് കുറേ വസ്ത്രങ്ങൾ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കാൻ വേണ്ടി നമുക്കൊന്ന് പുറത്തോട്ട് നല്ല വേവുണ്ട്. ആ വെള്ളത്തിന് കൊണ്ടിടാൻ വിചാരിച്ചിട്ട് അത് വീട്ടി വെച്ചിട്ട് കുറേ എണ്ണം അവിടെ വെച്ച് ഉണക്കാൻ വെച്ചു. പകുതിയെല്ലാം ഞാൻ അയൽമേൽ ഇട്ടു. അപ്പോൾ എല്ലാ ഡ്രസ്സും നല്ല ചൂടായി ഉണങ്ങി കിട്ടുമ്പോൾ മടക്കി വെക്കാൻ ഈസിയാണല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഉണക്കി താഴെട്ടു ഉള്ളിലേക്ക് ഉണക്കി എടുത്തിട്ടുണ്ട്. നല്ല വെളി കാണുമ്പോൾ അങ്ങനെ ഉണക്കാൻ വേണ്ടിയില്ല. അപ്പോൾ ചൂട് കാണുമ്പോൾ നല്ല ചൂടോടുകൂടി മടക്കാനൊരു സുഖമല്ലേ. അതെല്ലാം മടക്കുന്നു. പിന്നെ മുറ്റം കാട് നിറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുള്ളതാണ്. പിന്നെ പാത്രം കുറേ കഴുകി വെച്ചാൽ അത് അവിടെ ഉണക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിട്ടു ഉണക്കി. ഇനി നേരെ അകത്തേക്ക് അകത്ത് കുറച്ച് പണി ഉണ്ടായിരുന്നു ഷോപ്പസിൽ. അവിടെ ഇത് മുമ്പ് എടുത്ത് വെച്ച വീഡിയോയാണ്. വീഡിയോ ഒരുപാട് മുമ്പ് എടുത്തതാണ്. കേൾക്കാൻ വിചാരിച്ചിട്ട് ഇല്ലെങ്കിൽ ഫോൺ ഭയങ്കര വൈറസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് വീഡിയോസ് എടുത്തതാണ് ഞാൻ വിചാരിച്ചു. മുമ്പ് ഞാൻ ക്ലീൻ ആക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പം നമുക്ക് വോയിസ് കൊടുക്കാമെന്ന് മനസ്സിലായിട്ട് അങ്ങനെ ഇപ്പോൾ എടുത്തതാണ്. അങ്ങനെ ആ ഷോപ്പസ് അവിടെ ഒന്ന് സെറ്റാക്കി വെച്ച്